കൊച്ചി നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനുള്ള ബൈപ്പാസ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചിരിക്കുകയാണ്. അങ്കമാലി അരൂർ കൊച്ചി ദേശീയപാത 544 ബൈപ്പാസ് പദ്ധതിക്കാണ് കേന്ദ്രം ഗ്രീൻ സിഗ്നൽ നൽകിയിരിക്കുന്നത്. മുൻപ് നിശ്ചയിച്ചിരുന്ന 6 വരി പാതയ്ക്ക് പകരം 70 മീറ്റർ വീതിയിൽ 8 വരിയായാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഈ 8 വരി പാത നിർമ്മിക്കുന്നത്. ഇത് ഭാവിയിൽ 10 വരിയാക്കി വികസിപ്പിക്കാനും സാധിക്കും. ആദ്യം കുണ്ടന്നൂർ വരെ 44.7 കിലോമീറ്റർ ദൂരത്തിൽ വിഭാവനം ചെയ്ത പദ്ധതി ഇപ്പോൾ അരൂർ വരെ 50 കിലോമീറ്ററായി നീട്ടിയിട്ടുണ്ട്. വിജ്ഞാപനം റദ്ദായതിനെ തുടർന്ന് മുൻപ് അനിശ്ചിതത്വത്തിലായിരുന്ന പദ്ധതിക്ക് പുതിയ ട്രാഫിക് സർവേയുടെ അടിസ്ഥാനത്തിൽ വർദ്ധിച്ചുവരുന്ന വാഹനപ്പെരുപ്പം കണക്കിലെടുത്താണ് 8 വരിയായി നിർമ്മിക്കാൻ കേന്ദ്രം അനുമതി നൽകിയത്. പദ്ധതിക്ക് ആവശ്യമായ പുതിയ 3A വിജ്ഞാപനം ഉടൻ പുറപ്പെടുവിക്കുമെന്നും അതിർത്തിക്കല്ലുകൾ മാറ്റിസ്ഥാപിക്കുന്ന ജോലികൾ ഉടൻ ആരംഭിക്കുമെന്നും ബെന്നി ബെഹനാൻ MP അറിയിച്ചു. 2024 ഇറങ്ങിയ 3A വിജ്ഞാപനം റദ്ദായതോടെ ബൈപ്പാസ് പദ്ധതി അനിശ്ചിതത്വത്തിലായിരുന്നു. പുനരനുമതിക്കായി കേന്ദ്ര ഗതാഗത മന്ത്രിയെ നേരിൽ കണ്ട് ചർച്ച നടത്തി. നടപടിക്രമങ്ങൾ സംബന്ധിച്ച് ഗതാഗത സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തി. LDF സർക്കാരിന്റെ കാലത്ത് സർവേ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്ക് സംസ്ഥാന സർക്കാർ വേണ്ടത്ര ഉദ്യോഗസ്ഥരെ നിയമിക്കാതെ വന്നതിനാലാണ് ആദ്യത്തെ 3A വിജ്ഞാപനത്തിലെ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാതെ പോയതെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി നഗരത്തിലേക്ക് പ്രവേശിക്കാതെ തന്നെ വടക്കൻ കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് തെക്കൻ ജില്ലകളിലേക്കും തിരിച്ചും സുഗമമായി സഞ്ചരിക്കാൻ ഈ പുതിയ പാത സഹായിക്കും. നിലവിലെ ഇടപ്പള്ളി വൈറ്റില അരൂർ ബൈപ്പാസിലെ കടുത്ത വാഹനത്തിരക്കിന് ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതോടെ പരിഹാരവുമാകും. അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് പദ്ധതി സ്ഥലമേറ്റെടുക്കൽ നടപടിക്രമങ്ങൾ മുൻ LDF സർക്കാർ വൈകിച്ചതിനെ തുടർന്നാണ് പദ്ധതി പ്രവർത്തനങ്ങൾ സ്തംഭിച്ചത്. 5 വർഷം മുൻപ് നടത്തിയ ട്രാഫിക് സർവേ റിപ്പോർട്ട് കാലഹരണപ്പെടുകയും ചെയ്തു. പുനർവിജ്ഞാപനത്തിന് മുന്നോടിയായി പുതിയ ട്രാഫിക് സർവേ നടത്തി. പ്രതീക്ഷിച്ചതിലും വാഹനപ്പെരുപ്പം ഉണ്ടായേക്കുമെന്നും 6 വരി പാത വന്നാൽ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകില്ല എന്നും സർവേയിൽ ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് പാത 8 വരിയാക്കുന്നത്. വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഉൾപ്പെടെ പൂർത്തീകരിച്ച ശേഷമാണ് കേന്ദ്ര അനുമതി ലഭിച്ചത്. നിലവിൽ 45 മീറ്ററിലാണ് കല്ലുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവ മാറ്റി സ്ഥാപിക്കേണ്ടി വരും. കേന്ദ്ര അനുമതി ഉത്തരവ് ഇറങ്ങിയതിന് ദേശീയപാതയുടെ പാലക്കാട് പ്രോജക്ട് ഡയറക്ടർ ഓഫീസിന്റെ നേതൃത്വത്തിൽ കല്ലുകൾ മാറ്റി സ്ഥാപിച്ച് ഉടൻ തുടങ്ങാനാകും. നിശ്ചയിച്ച അതിർത്തിക്കുള്ളിലെ ഭൂമിയെ സംബന്ധിച്ച സർവേ പറവൂർ NHI ഡെപ്യൂട്ടി കളക്ടർ ഓഫീസിന്റെ നേതൃത്വത്തിലാണ് നടക്കുക. അതേസമയം കോഴിക്കോട് തിരുവനന്തപുരം നഗരങ്ങളിൽ ലൈറ്റ് മെട്രോ പദ്ധതി നടപ്പാക്കുമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഈ നഗരങ്ങളെ മുൻപന്തിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബജറ്റിൽ നിർണായക പ്രഖ്യാപനം നടത്തിയത്. കാലാകാലങ്ങളായി മുൻ സർക്കാരുകൾ വാഗ്ദാനം ചെയ്യുകയും എന്നാൽ ഇതുവരെ നടപ്പാക്കാൻ സാധിക്കാത്തതുമായ ലൈറ്റ് മെട്രോ പദ്ധതികൾ ഈ സർക്കാർ നടപ്പാക്കും. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയതായും VD സതീശൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതിയുടെ സാധ്യതാ പഠനത്തിനുള്ള കാര്യങ്ങൾ ആരംഭിച്ചതായും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ തിരുവനന്തപുരം കൊച്ചി നഗരങ്ങളെ മുൻപന്തിയിലെത്തിക്കുന്നതിനായി പ്രഖ്യാപിച്ച ഈ പദ്ധതികൾ വിവിധ സർക്കാരുകളുടെ വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. എന്നാൽ ഇതുവരെ നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നതുമായ തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികൾ നടപ്പിലാക്കും. തിരുവനന്തപുരം കോഴിക്കോട് നഗരങ്ങളിൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ച പദ്ധതികളുടെ നിർമ്മാണ ചുമതല KMRLനാണ് കഴിഞ്ഞ സർക്കാർ നൽകിയത്. പദ്ധതി കടന്നുപോകുന്ന പ്രദേശത്തെ 3 മേൽപ്പാലങ്ങളുടെ നിർമ്മാണവും കൊച്ചി മെട്രോ ഏൽപ്പിക്കാൻ ധാരണയായിരുന്നു. തിരുവനന്തപുരത്തെ മെട്രോ റെയിലിന്റെ പദ്ധതി രേഖ അടുത്ത ആഴ്ച സർക്കാരിന് സമർപ്പിക്കാനിരിക്കെയാണ് ബഡ്ജറ്റിന്റെ പ്രഖ്യാപനം വരുന്നത്. പദ്ധതി രേഖയ്ക്ക് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചാൽ ഉടൻ തന്നെ കേന്ദ്രാനുമതിക്കായി അയക്കും. പാപ്പനംകോട് നിന്ന് കിള്ളിപ്പാലം തമ്പാനൂർ സെക്രട്ടേറിയറ്റ് പാളയം പട്ടം മെഡിക്കൽ കോളേജ് ഉള്ളൂർ കാര്യവട്ടം വഴി കഴക്കൂട്ടം വരെയും അവിടെ നിന്ന് ടെക്നോ പാർക്ക് ആക്കുളം ചാക്ക വഴി ഈഞ്ചക്കൽ വരെയും എത്തുന്ന 31 കിലോമീറ്ററാണ് അലൈൻമെന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഭാവിയിൽ ആറ്റിങ്ങൽ വരെയും നെയ്യാറ്റിൻകര വരെയും നീട്ടാവുന്ന തരത്തിലുള്ള അലൈൻമെന്റാണിത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.